റോയ്ച്ചൻ ഇലക്ട്രിക് സൈക്കിൾ കൊണ്ടുവന്നപ്പം അതിന് എത്രമാത്രം എക്സൈറ്റഡ് ആകും എന്ന് നമ്മൾ ചിന്തിച്ചില്ല. കാരണം നമ്മളെല്ലാവരും സൈക്കിൾ ചവിട്ടിയിട്ടുണ്ട് ഒരു നാൾ. പക്ഷേ പിന്നീട് സ്കൂട്ടറായി, കാറായി, നമ്മളാരും പിന്നീട് സൈക്കിളിൽ ഇരുന്നിട്ടോ സൈക്കിൾ ചവിട്ടിയിട്ടോ അധികമില്ല. അപ്പം ഇടയ്ക്ക് വെച്ച് സൈക്കിള് ഞാൻ കണ്ടപ്പോഴൊക്കെ ചവിട്ടാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ കുറേ നാളുകളായി സൈക്കിള് ചവിട്ടിയിട്ടോ അതിൻ്റെ ഹാങ് കിട്ടിയിട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം സൈക്കിൾ ചവിട്ടാൻ തന്നെ ബാലൻസ് ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് സൈക്കിൾ ചവിട്ടുകയതാണ്. ഏതായാലും റോയ്ച്ചൻ്റെ ടേൺ കഴിഞ്ഞിട്ട് റോയ്ച്ചൻ സ്കൂട്ടർ എടുത്തു, ഈ ഇലക്ട്രിക് സ്കൂട്ടർ. ഇതൊരു 45 മിനിറ്റ്സ് നമുക്ക് ഉപയോഗിക്കാം. ഐ തിങ്ക് 200 റുപ്പീസാണ്. പക്ഷേ വെരി നല്ലതായിരുന്നു. നമുക്ക് ഒരു ബാലൻസ് ആദ്യം ഒന്ന് കിട്ടിയാൽ മതി, പിന്നെ നമുക്ക് അതിനകത്ത് ആക്സിലറേറ്റർ കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. ഏതായാലും മിന്നുവിന് ഇങ്ങനെ ഒരു സ്കൂട്ടർ ഉണ്ട് വീട്ടിൽ, അപ്പോൾ അവളത് ചവിട്ടുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൾക്ക് വലിയ ആഗ്രഹം, അവൾക്കും ഇത് ചവിട്ടണമെന്ന്. പക്ഷേ ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് അറിയത്തില്ല, അവൾക്കൊരു പേടിയുണ്ട് എന്നും പറഞ്ഞ് ഓടി വരികയാണ്. ഏതായാലും റോയ്ച്ചൻ അവളെ പഠിപ്പിക്കാനുള്ള ഇനീഷ്യേറ്റീവ് എടുത്ത് അവൾക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുകയാണ്. ഏതായാലും ഒരു 1-2 റൗണ്ടിന് ശേഷം ഏകദേശം അവൾക്ക് ഉപയോഗിക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് ആയി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നിർത്തി, എന്നാൽ അവൾക്ക് തന്നെ ഒന്ന് കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ തന്നെ തുടങ്ങിയപ്പം ഒരു പ്രയാസത്തോടു കൂടിയാണ്. കാരണം അവൾ വീട്ടിൽ ചെയ്യുന്നതാണെങ്കിലും അത് മാനുവലാണ്, ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് അവൾക്കൊരിച്ചിരി പ്രയാസം തോന്നി. ഏതായാലും അവൾ ആക്സിലറേറ്റർ കൊടുക്കാതെ മുന്നോട്ട് പോകാൻ നമ്മൾ പറഞ്ഞതനുസരിച്ച് ചെയ്യാൻ നിൽക്കുക. പക്ഷെ വീഴുമോ എന്നുള്ള പേടി അവൾക്ക് ഉണ്ടായി. പക്ഷേ ഏതായാലും അവൾ മാക്സിമം ആ 45 മിനിറ്റ്സിനകത്ത് തന്നെ ചെയ്ത് തീർക്കണമെന്നുള്ളത് കൊണ്ട്, അധികം സമയമൊന്നും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടും അവൾ പെട്ടെന്ന് ചെയ്തു. പിന്നെ ഇടയ്ക്ക് വെച്ച് എൻ്റെ ഒരു ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഏതായാലും മാഡം ഒന്ന് പഠിച്ചെടുത്തു. ആ 40 മിനിറ്റ്സ് ആയപ്പോൾ മാഡം പഠിച്ചെടുത്തു. ഒരു 5 മിനിറ്റ് നന്നായിട്ട് അവൾ ഓടിച്ചു. ഏതായാലും അവളുടെ ആ ഒരു ടെൻഷനും ആ ഒരു പിടുത്തവും ഒക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഒരു 10 കൊല്ലങ്ങൾക്ക് ശേഷം വളരെ എക്സ്പേർട്ടായിട്ട് ഓടിക്കുമ്പോൾ ഈ ഒരു വീഡിയോ നല്ലൊരു ഓർമ്മയും മെമ്മറി ആയിരിക്കും മിന്നുവിന് എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും അവളുടെ ആ ഒരു ഓടിക്കുന്ന രീതി കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൾ വീഴാൻ പോകുമ്പോൾ അവൾ മറ്റേ കാൽ ഉപയോഗിച്ച് അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ബുദ്ധി അവൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. ഏതായാലും ബാലൻസ് ഒന്നും അധികം ഇല്ല, പക്ഷെ എന്നാലും അവൾ പിക്ക് ചെയ്തു. ആ പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം, ഭയം മാറി ഒരു വലിയ ഒരു സന്തോഷം നമ്മളിലേക്ക് വരുന്നതാണ് മിന്നുകുട്ടിയുടെ മുഖത്ത് തെളിഞ്ഞു വരുന്നത്. അവൾ പഠിച്ചു എന്നുള്ളത് അവൾക്ക് തന്നെ ബോധ്യപ്പെട്ടു. ആ 45 മിനിറ്റിനകത്ത് ഒരു 10 മിനിറ്റ് ഓടിച്ചപ്പോൾ അവൾക്ക് അത് ബോധ്യപ്പെട്ട ഒരു ഫീലാണിപ്പം. യെസ് ഗോട്ട് ഇറ്റ്. ഏതായാലും ഇഷ്ടപ്പെട്ടു, നമുക്ക് മടുത്തു. പിന്നെ ലാസ്റ്റ് റോയ്ച്ചനും മിന്നും കൂടെ ഒന്ന് ജസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ലാസ്റ്റ് റൗണ്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അവരും ഒന്ന് ഒരു വീഡിയോയും കൂടെ എടുത്ത് നമ്മളിതിനെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ബായ്. എന്നാൽ പിന്നെ ഞാനായിട്ട് എന്തിനാണ് കുറയ്ക്കുന്നതെന്ന് ഓർത്ത് ഞാനും എടുത്തു സൈക്കിള്. ഏതായാലും സൈക്കിള് ഓടിച്ചപ്പോൾ ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു. അവിടെ കൂടെ ഒരു 10 മിനിറ്റേ ഞാൻ ഉപയോഗിച്ചുള്ളൂ, പക്ഷേ ഇറ്റ് വാസ് വെരി റിഫ്രഷിങ്. ഒരു ദിവസത്തിൻ്റെ മൊത്തം സന്തോഷവും നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്തപ്പോൾ കിട്ടി. ഏതായാലും കുറേ വർഷങ്ങൾക്ക് ശേഷം സൈക്കിൾ ചവിട്ടിയതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്തും അത് കാണാനുണ്ട്. അതേതായാലും വളരെ രസകരമായിട്ട് തന്നെ അതിനെ റോയ്ച്ചനാണ് വീഡിയോ എടുത്തു തരുന്നത് നമുക്ക്. വളരെ പിന്നെ ഇലക്ട്രിക് സ്കൂട്ടറും അങ്ങനെ ഓടിച്ചിട്ടില്ലാത്ത ഞാൻ ഈ ഒരു സമയത്തൊരു 5 മിനിറ്റ് എടുത്ത് പഠിച്ച് അത് എങ്ങനെ ഓടിക്കണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ത്രില്ലായിരുന്നു. കൊച്ചുങ്ങൾ പറയുന്ന പോലെയല്ല, നമ്മളിലും ഇപ്പോഴും ഒരു കുട്ടിയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു എനിക്ക് ആ സ്കൂട്ടർ ഓടിക്കുന്ന രീതി. വിട്ടുകൊടുക്കാനേ തോന്നിയില്ല, ഓടിച്ചുകൊണ്ടിരിക്കാൻ തന്നെ തോന്നുമായിരുന്നു. ഇങ്ങനത്തെ വീഡിയോസൊക്കെ നല്ല ഓർമ്മകൾ നമ്മളുടെ മനസ്സിലെന്നും സൂക്ഷിച്ചു വെക്കാനുള്ളതാണ്.